മംഗളൂരു ശ്രീവാസ കോളേജിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ റാഗിംഗ് എന്ന് പരാതി. കറുത്ത ഷൂസ് ധരിച്ചതിനാണ് മലയാളി വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. സംഭവത്തിൽ 6 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. കറുത്ത ഷൂസ് ധരിച്ചതിനാണ് മലയാളി വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനം ഏറ്റേണ്ടി വന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. മംഗളൂരുവിലെ ശ്രീനിവാസ കോളേജിലാണ് റാഗിങ്ങിന്റെ പേരിൽ മർദ്ദനം ഉണ്ടായത്. 2 ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതിയിൽ പറയുന്നു. KV ബൈജുവിലേക്ക്. ബൈജു, മലയാളി വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. നമുക്കറിയാം, പ്രത്യേകിച്ചും കർണാടകയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന പല മലയാളി വിദ്യാർത്ഥികളും റാഗിങ്ങിൻ്റെ പേരിൽ ക്രൂരമായ ആക്രമണത്തിന് ഇരകളാകുന്നുണ്ട്. പരാതി നൽകിയാലും പലപ്പോഴും മറ്റ് നടപടികൾ ഉണ്ടാകാറില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മലയാളികൾ തന്നെയാണോ പ്രതിപട്ടികയിലുമുള്ളത്? തീർച്ചയായും ടോമി, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതായത് 2 മലയാളി വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ പരാതിയുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇവരെ ഇത്തരത്തിൽ റാഗിങ്ങിന് ഇരയാക്കിയതും മലയാളികൾ തന്നെയാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 1ാം വർഷ വിദ്യാർത്ഥികളാണ് ഈ 2 പേരും. ഇവരെ ഇത്തരത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കറുത്ത ഷൂ ഇട്ട് ധരിച്ചെത്തി ഇവിടെ കോളേജിലെത്തിയതിനാണ് ഈ വിദ്യാർത്ഥികൾ ഈ ഒരു സംഭവത്തിൽ റാഗിങ്ങിന് വിധേയമാക്കിയത്. ഇവരെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇവരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഇവരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ പറയുന്നത്, അതായത് ഇവരെ ഈ ക്യാമ്പസിനകത്ത് നിന്നല്ല, ക്യാമ്പസിന് പുറത്തു നിന്നാണ് നിരന്തരമായി ഇങ്ങനെ റാഗിംഗ് ഉണ്ടാകുന്നത്. ഈ ശ്രീനിവാസ കോളേജ് എന്ന് പറയുന്നത് നിരവധി മലയാളികൾ പഠിക്കുന്ന, പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ നിരവധി മലയാളി വിദ്യാർത്ഥികൾ ഉള്ള ഒരു കോളേജാണ്. മലയാളികളാണ് ഏറ്റവും കൂടുതലുള്ളത്. പ്രത്യേകിച്ച് കർണാടകയിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ് കർണാടക. അവിടെ ആണ് ഇത്തരത്തിലുള്ള റാഗിംഗ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും പാണ്ഡേശ്വരം പോലീസ് ഈ സംഭവത്തിൽ 6 വിദ്യാർത്ഥികൾക്കെതിരെ, മലയാളികൾ ഉൾപ്പെടെ 6 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മർദ്ദനമേറ്റ വിദ്യാർത്ഥികളുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. പലപ്പോഴും കോളേജിന് ഉള്ളിൽ നടക്കുന്ന റാഗിങ്ങിനേക്കാൾ പുറത്ത് ലോക്കൽസിന്റെ ഭാഗത്ത് നിന്ന്, അതായത് ലോക്കൽസിനെ ഉപയോഗിച്ച് സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയേഴ്സിനെ ക്രൂരമായി മർദ്ദിക്കുന്ന സംഭവങ്ങളാണ് പലപ്പോഴും പണ്ട് മുതലേ നമ്മൾ കേൾക്കാറുള്ളത്. ഇതും അതേ രീതിയിൽ തന്നെയാണ് ആക്രമണം ഉണ്ടായതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. When we were going to eat snacks and drink tea, some of the seniors come nearby us and called us. We didn't go first, and one of the senior bitten me like wooden stick. There's so many ragging, like in BC campus also, in our campus also. He told me, I have told you right, don't wear Chelsea boots. Why did you wear 2 days after that thing? I said, shoe is compulsory, right? Miss told me that, like that. ಯಾಕಂದರೆ ಎಲ್ಲಿ ಈಗ ನಮ್ಗೆ ಗೊತ್ತಿದೆ, ಕೇರಳ ಸ್ಟೂಡೆಂಟ್ಸು ಅವ್ರು ಬೇರೆಯವರಿಗೆ ಮಾಡೋದಿಲ್ಲ, ಕೇರಳದವರಿಗೆ ಜಾಸ್ತಿ ಮಾಡ್ತಾರೆ. ನಾರ್ತ್ ಇಂಡಿಯನ್ ಸ್ಟೂಡೆಂಟ್ಸ್ ಇದ್ದರೆ ಸ್ವಲ್ಪ ನಾರ್ತ್ ಇಂಡಿಯನ್ಗೆ ಮಾಡ್ತಾರೆ. ಲೋಕಲ್ಸ್ ಬಗ್ಗೆ ಯಾರು ಹೆಚ್ಚು ಗಮನ ಹರಿಸೋಲ್ಲ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಲೋಕಲಲ್ಲಿ ಅವರ ಸಂಬಂಧಿಕರು, ಗುರ್ತದವರು, ಮನೆ ಎಲ್ಲ ಇರ್ತದೆ. ಹಾಗಾಗಿ ಸ್ವಲ್ಪ ಜಾಗರೂಕತೆಯಿಂದ ಇರ್ತಾರೆ. ಹಾಗಾಗಿ ಎಲ್ಲಿ ದೊಡ್ಡ ಕೇರಳದವರ ಕ್ರೌಡ್ ಇರ್ತದೆ ಅಥವಾ ಕೇರಳ ಸ್ಟೂಡೆಂಟ್ಸ್ನ ಸಂಖ್ಯೆ ಇರ್ತದೆ, ಕೇರಳ ಜೂನಿಯರ್ಸ್ ಯಾರು ಸೇರ್ತಾರೆ, ಇಮ್ಮಿಡಿಯೇಟಾಗಿ ಅವ್ರ ಬಗ್ಗೆ ಕಾಲೇಜ್ನವರು ಸಹ ಗಮನ ಹರಿಸಬೇಕು. ಕಾಲೇಜವ್ರದ್ದು ಕರ್ತವ್ಯ ಇದೆ. ಅಲ್ಲಿ ಏನಾಗಿದೆ, ವಾರ್ಡನ್ಸ್ ಇರ್ಬೋದು, ಟೀಚರ್ಸ್ ಇರ್ಬೋದು, ಆ್ಯಂಟಿ ರ್ಯಾಗಿಂಗ್ ಸ್ಕ್ವಾಡ್, ಅವ್ರದ್ದೇ ಆ್ಯಂಟಿ ರ್ಯಾಗಿಂಗ್ ಸ್ಕ್ವಾಡ್ ಇರ್ತದೆ ಕಾಲೇಜಲ್ಲಿ. ಅವ್ರೇನು ಮಾಡ್ತಾಯಿದ್ದಾರೆ ಅವರು ನೋಡಬೇಕು. ಪೊಲೀಸರು ಅವ್ರ ಹತ್ರ ರೆಫರೆನ್ಸ್ ಅಂತ ತೊಗೊಳ್ಬೇಕು. ನಿಮ್ಮ ಕಾಲೇಜಲ್ಲಿ ಏನು ಆಗ್ತಾಯಿದೆ ಅನ್ನೋದಂಥ ರಿಪೋರ್ಟನ್ನು ಪೊಲೀಸರು ತೊಗೊಳ್ಬೇಕು. ಅಗತ್ಯ ಇದ್ದರೆ ಪೊಲೀಸರು ಬರಬೇಕು. ಅವ್ರನ್ನ ದೊಡ್ಡ ವಿಷಯನಲ್ಲ ತಡಿಲಿಕ್ಕೆ. ಇವರಿಗೆ ವಿಲ್ ಪವರ್ ಬೇಕು. ಪೊಲೀಸ್ ಇಲಾಖೆಗೆ ಮತ್ತು ರಾಜಕಾರಣಿಗಳಿಗೆ ವಿಲ್ ಪವರ್ ಇದ್ದರೆ ಆಗ್ತದೆ. ಡ್ರಗ್ಸ್ ಸಹ ಅದೇ ರೀತಿ ಇದೆ. ಡ್ರಗ್ಸ್ ಈಗ ಹೇಗೆ ರ್ಯಾಗಿಂಗ್ ಇದೆ, ಅದೇ ರೀತಿ ಡ್ರಗ್ಸ್ ಸಹ ಎಲ್ಲ ಕಡೆ ಸಿಗ್ತಾ ಇದೆ. KV ബൈജുവിലേക്ക്. ബൈജു, ഈ സംഭവത്തിൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടോ? കാരണം പലപ്പോഴും ഈ കോളേജിൽ നിന്ന് തന്നെ ഇതിനു മുൻപും റാഗിംഗ് പരാതി ഉയർന്നു കേട്ടിട്ടുണ്ട്. നമുക്ക് കേരളത്തിൽ റാഗിംഗ് വിരുദ്ധ സമിതികളൊക്കെ വളരെ സജീവമായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കർണാടകയിലെ ഒരു സാഹചര്യം എന്താണ്? പ്രത്യേകിച്ചും ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നു, ഇത് ആവർത്തിക്കപ്പെടുന്നു. ഒരു ശക്തമായ നടപടി, നിയമ നടപടിയും ആവശ്യമല്ലേ? ടോമേ, ഇപ്പോൾ കേട്ട പ്രതികരണം വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ക്യാമ്പസുകളിൽ മയക്കുമരുന്ന് വലിയ തോതിൽ വ്യാപകമായിട്ടുണ്ട്. അതോടൊപ്പം ഈ റാഗിങ്ങും വലിയ തോതിൽ ഇത്തരത്തിൽ വ്യാപകമായിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം അദ്ദേഹം പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. അതായത് മലയാളികളായ വിദ്യാർത്ഥികൾ തന്നെ റാഗിങ് ചെയ്യുന്ന ഒരു രീതി. ഇനി നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾ, നമുക്കറിയാം ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ മംഗളൂരുവിൽ എത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ പഠിക്കാനെത്തുന്ന സ്ഥലമാണ്. അങ്ങനെ നോർത്ത് ഇന്ത്യൻ ടീം ആളുകൾ ആ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന
വരുന്ന കുട്ടികളെ റാഗിങ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇവർ പുറത്തേക്ക് ഇറങ്ങിയാൽ ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ റാഗിങ്, അതുപോലെ തന്നെ ഇവരുടെ മുറികളിൽ, ഇവരുടെ ഹോസ്റ്റൽ മുറികളിലെത്തി റാഗിങ്. ഈ കുട്ടിയെ തന്നെ പറയുന്നുണ്ട്, അതിൽ ഈ ഹോസ്റ്റലിൽ ഇങ്ങനെ സുഖമില്ലാതെ കിടന്നുറങ്ങുമ്പോൾ ഇവരെത്തുകയും ഇവർ വിളിച്ചപ്പോൾ പുറത്തു പോകാത്തതിന് വലിയ തോതിൽ മർദ്ദിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതിൽ തന്നെ അവർ വടി ഉപയോഗിച്ച് ഇവരെ മർദ്ദിച്ചു. ഈ ഒരു കേസിലേക്ക് വന്നാൽ തന്നെ ഇങ്ങനെ ഒരു മർദ്ദനമേൽക്കുകയും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ വിവരം പുറത്തറിയുന്നത്, പോലീസിലേക്ക് എത്തുന്നത്. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ആന്റി റാഗിംഗ് ഇത്തരത്തിലുള്ള സെല്ലുണ്ട്, അതോടൊപ്പം പോലീസിൽ പരാതി നൽകാം. പക്ഷെ ആരും ഭയം കാരണമോ മറ്റോ അറിയില്ല, ഇത്തരം കുട്ടികൾ ഇതിന് മുതിരാറില്ല. പ്രത്യേകിച്ച് പുതിയ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അവർ ആദ്യം ഒന്ന് പകച്ചു പോവും. ഇത്തരത്തിൽ റാഗിംഗ് ഉണ്ടായാൽ തന്നെ അത് പുറത്തു പറയാത്ത സാഹചര്യമാണ്. ഇവരെ ഈ ഒരു സംഭവത്തിലേക്ക് വന്നാൽ ഇവർ കറുത്ത ഷൂസ് ധരിച്ചെത്തി. അത് ഈ കോളേജിലെ നിർബന്ധമാണ്. അങ്ങനെ ഒരു യൂണിഫോം ഉണ്ട്, കറുത്ത ഷൂസ് അല്ലെങ്കിൽ ഷൂസ് ധരിച്ച് വേണം കോളേജിലേക്ക് വരാൻ. അങ്ങനെ വന്ന കുട്ടിയെയാണ് ഇത്തരത്തിൽ ഷൂസ് ധരിച്ചെത്തിയതിന് ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മർദ്ദനം വലിയ പരിക്കുകളായതോടെ ആശുപത്രിയിലായതോടുകൂടിയാണ് ഇത് പോലീസിൽ പരാതിയായെത്തുന്നത്. അതിൽ പോലീസ് പറയുന്നത് തന്നെയാണ് മലയാളികളായ കുട്ടികളാണ് ഇത്തരത്തിൽ ക്രൂര മർദ്ദനത്തിനിരയായത്. അതോടൊപ്പം മലയാളികൾ തന്നെയാണ് ഇങ്ങനെ ഒരു ക്രൂര കൃത്യം ചെയ്തതും എന്നതാണ്. ഏതായാലും പലപ്പോഴും കുട്ടികൾ ഇത് വീട്ടിലേക്കോ അല്ലെങ്കിൽ PTA കമ്മിറ്റിക്കോ അത്തരം മുമ്പാകെ കോളേജിലെ അധികൃതർക്ക് മുമ്പാകെ പറയാറില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും ഈ 6 കുട്ടികളെ ഈ കോളേജിൽ നിന്നും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ കോളേജിലെ ഇന്റേണൽ കമ്മിറ്റി ഇത് സംബന്ധിച്ച അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ലോജിസ്റ്റിക്സ് 2ാം വർഷ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഈ കുട്ടികളെ ഈ 2 പേരെയും ക്രൂരമായി മർദ്ദിച്ചത്. കൂടുതൽ പേരെ റാഗിങ്ങിന് ഇരയാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ച പരിശോധനയും കോളേജിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലും റാഗിങ് അനുവദിക്കില്ല, കോളേജിൽ അനുവദിക്കില്ല, അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശ്രീനിവാസ കോളേജിൽ ഒരുപാട് മലയാളികൾ അവിടെ പഠനം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമായി ഇങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന ഒരു കോളേജാണ് ശ്രീനിവാസ. അങ്ങനെ ഒരു കോളേജിലാണ് ഇത്തരം സംഭവം നടന്നത്. മറ്റ് കോളേജുകളിലും സമാനമായ സംഭവം ഉണ്ടെന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ മംഗളൂരുവോ പരിസര പ്രദേശത്തുള്ള ലോക്കൽ ആളുകളല്ല ഈ കുട്ടികളെ ഈ ഇത്തരത്തിൽ റാഗിങ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ പഠിക്കാനെത്തുന്ന കുട്ടികളല്ല റാഗിങ് ചെയ്യുന്നത്. അതിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് മലയാളിയായ കുട്ടികളെ മലയാളികൾ തന്നെ ഇങ്ങനെ റാഗിങ്ങിന് ഇരയാക്കുന്നു. അതോടൊപ്പം ഈ ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം കൂടി ഉണ്ട്. അങ്ങനെ ഈ ഒരു സംഭവത്തിൽ ഏതായാലും പോലീസ് 6 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കോളേജ് അധികൃതർ 6 പേരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇത്തരത്തിലെ റാഗിങ് നടത്തുന്ന ഏതെങ്കിലും കൂടുതൽ ആളുകളുണ്ടോ എന്ന് സംബന്ധിച്ച ആഭ്യന്തര അന്വേഷണവും കോളേജ് ഇത്തരത്തിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് പോലീസും പറഞ്ഞത്. മയക്കുമരുന്നിനെതിരെ വലിയ തോതിലുള്ള ശക്തമായ പരിപാടികൾ ഇത്തരത്തിൽ പ്രതിരോധ മുന്നോട്ട് പോകുമ്പോഴാണ്. ഇത് ഇന്നോ ഇന്നലെയോ കേട്ടു തുടങ്ങിയ കാര്യമല്ല. ബൈജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി മലയാളികൾ കർണാടകയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവിധ ക്യാമ്പസുകളിൽ പഠിക്കുന്നുണ്ട്, അവിടെ കോളേജുകളിൽ പഠിക്കുന്നുണ്ട്. അവിടെ ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ശക്തമായൊരു നിയമ സംവിധാനം അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ആ നിയമങ്ങൾ, ഈ റാഗിങ്ങിനെതിരായിട്ടുള്ള നിയമങ്ങൾ കൃത്യമായും നടപ്പാകുന്നുണ്ടോ? പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ശക്തമായ നടപടികൾ സ്വീകരിക്കാറുണ്ടോ? ടോമെ, ഈ റാഗിങ്ങിനെതിരെ ശക്തമായ പരിപാടികൾ അത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്, കോളേജിന്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ കുട്ടികൾ ഭയം കാരണം ഇത്തരം വിവരങ്ങൾ അത് പോലീസിലേക്ക് എത്തുന്നില്ല. അതോടൊപ്പം കോളേജിലേക്കും പറയാൻ മടിക്കുന്നു. കാരണം ഈ റാഗിങ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ വലിയ തോതിൽ ഇവരെ ഭീഷണിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് തുടർ പഠനം അത് ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ഈ മംഗളൂരിലെ കോളേജുകളിൽ ചെറിയ കോഴ്സിന് പോലും ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് അവിടെ എത്തുന്നത്. പാവപ്പെട്ട വിദ്യാർത്ഥികളാണ്. അവരുടെ വീടുകളിൽ പലപ്പോഴും കടമെടുത്തും സ്വർണം ഒക്കെ പണയം വെച്ചുമൊക്കെയാണ് ഈ കുട്ടികളെ അവിടെ പഠിപ്പിക്കാൻ വിടുന്നത്. പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊക്കെ താമസിക്കുമ്പോൾ വലിയ ചെലവ് വരും. അങ്ങനെ ചെലവ് വരുന്ന അങ്ങനെയുള്ള കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ തങ്ങളെ പഠനത്തെ ഇത് ബാധിക്കുമോ, പഠനം മുടങ്ങുന്ന സാഹചര്യമുണ്ടോ എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ മാതാപിതാക്കളെ അറിയിക്കാറില്ല. അതോടൊപ്പം മാതാപിതാക്കൾ അറിഞ്ഞാൽ തന്നെ ഏതെങ്കിലും തരത്തിൽ അത് കോളേജ് അധികൃതർക്ക് മുന്നിൽ എത്തിക്കാറില്ല, അത് പോലീസിലേക്ക് എത്തിക്കാറില്ല. പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇത്തരം പരാതി ലഭിച്ചാൽ ശക്തമായ നടപടികൾ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല ക്യാമ്പസുകളിലും ലഹരി വലിയ തോതിൽ വ്യാപനം ഈ ഒരു കർണാടകയിലുണ്ട്. പ്രത്യേകിച്ച് മംഗളൂർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മെഡിക്കൽ വിദ്യാർത്ഥികൾ, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ, പല തരത്തിലുള്ള വിദ്യാർത്ഥികൾ, അത് പല രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും എത്തുന്ന ഒരു സ്ഥലമാണ് മംഗളൂരു. നേരത്തെയൊക്കെ വലിയ തോതിൽ വിവാദങ്ങൾ ഉണ്ടായതാണ്. കാരണം ശ്രീരാമസേനയുടെയൊക്കെ അവിടെ തന്നെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾക്ക് നേരെ ഇങ്ങനെ ഒരുമിച്ച് ആണും പെണ്ണും ഒരുമിച്ച് പോവുകയാണെങ്കിൽ സദാചാര ഗുണ്ടായിസം വലിയ തോതിൽ നടന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഈ സദാചാര ഗുണ്ടായിസം എല്ലാം ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഈ റാഗിംഗ് എന്ന ഈ ഒരു കാര്യം അത് ഇപ്പോൾ
ഇപ്പോൾ ഇത്തരത്തിൽ പുറത്തു തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെല്ലാം വലിയ ആശങ്കയിലാണ്. പക്ഷേ പോലീസ് ഇത് സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഏതെങ്കിലും തരത്തിൽ റാഗിംഗ് നടത്താൻ അല്ലെങ്കിൽ അത്തരം നടപടികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. ഏതെങ്കിലും രക്ഷിതാക്കൾ ഇത് കണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ചെറിയ തോതിലുള്ള റാഗിംഗ് ഒക്കെ വിവരങ്ങൾ നൽകിയത്. മംഗളൂരുവിലാണ് മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ റാഗിംഗ് പീഡനമുണ്ടായത്. സംഭവത്തിൽ സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.